വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മലപ്പുറത്ത് നടന്ന നിറത്തിൻ്റെ പേരിൽ അവഹേളിക്കപ്പെട്ട ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. വെറും 19 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിറത്തിൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ ഈ ആത്മഹത്യ നടന്നത്. നിറമില്ല, കറുപ്പാണ്, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. പുള്ളിക്കാരി ഡിഗ്രിയൊക്കെ എടുത്ത് ഉള്ളൊരു കുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ. അപ്പോൾ ഇനിയിപ്പം എത്രയൊക്കെ ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാലും ചിലപ്പം എന്തെന്ന് പറഞ്ഞാലും ചിലവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. നമ്മളൊക്കെ കൊത്തിപ്പറക്കിയൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാറുള്ളതല്ലേ. നമ്മൾ വല്ല CBC ICC ഒക്കെ പഠിച്ചതും അല്ലെ പുറത്തൊക്കെ പോയി പഠിച്ചതും അല്ലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. ചിലപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തവർക്ക് ചിലവർ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, അങ്ങനെ ഞാൻ പറയുമല്ല. എന്നാലും ഈ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത പേരിലൊക്കെ ഒരു പയ്യൻ ഒരു പെണ്ണിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക. പിന്നെ അവൾക്ക് നിറവില്ല. അവൻ കണ്ട ടൈമിൽ +2 പഠിക്കുന്ന ഏതൊരു ഫോട്ടോയ്ക്കകത്ത് പുള്ളിക്കാരിക്ക് അത്യാവശ്യം നിറം ഉണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് വലിയ നിറവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞവൻ കുട്ടിയുടെ കൂടെ 20 ദിവസം താമസിച്ചിട്ടാണ് കയറിപ്പോയതിന് ശേഷമാണ് അവിടെ നിന്നുള്ള ടോർച്ചറിങ് കൂടുതലും ഉണ്ടായത്. അപ്പം ഈ പുള്ളിക്കാരി കുറേ ഒക്കെ അങ്ങ് സഹിച്ചു, വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല, എന്താ പറയുക, ആരോടും ഒന്നും പറയാതെ കൊണ്ട് നടന്നു കുറേ നാളൊക്കെ. ടോർച്ചറിങ് കൂടുതലായപ്പം ഇത് കണക്ക് വീട്ടുകാരോട് സംസാരിച്ചു. പിന്നെ അമ്മായിയമ്മയുടെ കാല് പിടിച്ചു, കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അമ്മായിയമ്മ പറഞ്ഞു, ആകെ 20 ദിവസമല്ലേ നീ എൻ്റെ മോൻ്റെ കൂടെ കഴിഞ്ഞുള്ളൂ, പിന്നെ എന്തിനാ അവനെ താങ്ങി നിൽക്കുന്നത്, നിനക്ക് വേറെ ഭർത്താക്കന്മാരെ ഒന്നും കിട്ടത്തില്ലേ, നിനക്ക് വേറെ കെട്ടിക്കൂടെ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിനാ തള്ളേ മോനെ കെട്ടിക്കാൻ പോയത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു കെട്ടാൻ പോയപ്പോൾ മോക്ക് നിറം കുറവാണെന്നും ഇത്രയും ഒക്കെ വിദ്യാഭ്യാസം ഉള്ളെന്ന്. അവൻ വലിയ ദുൽഖർ സൽമാനായിരുന്നു കിട്ടുമോ, അവൻ്റെ മുഖമൊന്നും കാണണം. അവൻ എന്തോ പറയാൻ അർഹത ഉണ്ടെന്നാ ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ആമ്പിള്ളേർ ഇങ്ങനെയൊക്കെ നോക്കുമെന്ന് ഞാൻ ഇവൻ്റെ ഈ ന്യൂസ് വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അവൻ ഭയങ്കര ദുൽഖർ സൽമാന്, അതേപോലുള്ള നല്ല അടിപൊളി ശരീരവും പാൽവെണ്ണ പോലത്തെ നല്ല വെളുത്ത നിറവുമാണ്. അവനെ കണ്ട നമ്മളെ കണ്ണൊക്കെ മഞ്ഞളിക്കും. ആ ചെറുക്കനാണ് ഈ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞത്. അപ്പം ഞാനൊന്നേ പറയുന്നുള്ളൂ, ഞാനിപ്പോൾ മുമ്പ് ഇതിങ്ങനെയൊക്കെ വീഡിയോ ഇട്ടതാണ് സംഭവം. ഈ പെൺകുട്ടികളെ നേരത്തെ പിടിച്ച് കെട്ടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയണം, അതിന് പരിഹാരം ചെയ്യണം, ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയരുത് എന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ 19 വയസ്സേ ഉള്ളൂ, നിങ്ങളത് ശ്രദ്ധിക്കുക. 19 വയസ്സിലാണ് ഈ കുട്ടി ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയത്, മനസ്സിലായോ? അപ്പോൾ ഈ 19 വയസ്സിലെത്തണമെങ്കിൽ അതിനെ 18 വയസ്സ് തൊട്ടേ ഇവർ കല്യാണം നോക്കി കാണും. 19 വയസ്സിൽ കെട്ടിച്ചാണ്. എന്തിനാ? ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് തന്നെ. ആ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുറേയൊക്കെ പഠിച്ച് നല്ലൊരു ജോബും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് ഈ കുട്ടികളെ കെട്ടിച്ചാൽ പോരെ. പഠിക്കുന്ന സമയത്ത് അതിനെ കെട്ടിക്കൊണ്ട് ഇവൻ പോയിട്ട് അതിന് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, ഡാഷ് പറയാൻ അറിയത്തില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? അല്ല അവനിങ്ങനെ നിറം കുറവാണ്, ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ അവൻ പോയൊരു മദാമയെ കെട്ടിക്കൂടായിരുന്നോ? നല്ല അടിപൊളി കളറുമാണ് അല്ലേ, ഇംഗ്ലീഷേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അവന് വല്ല മദാമയും കിട്ടിയാൽ പോരായിരുന്നു. എന്തിനീ ഈ കൊച്ചു പിള്ളേരെയൊക്കെ പോയി കിട്ടിയിട്ട് അവർക്ക് നിറം കുറവാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൻസിനെ വേണം പറയാൻ. പെൺപിള്ളേരങ്ങോട്ട് 19 വയസ്സ് 18 വയസ്സാകുമ്പോഴത്തേക്ക് നെഞ്ചിടിപ്പ് എന്തിനാ ഇത്ര കെട്ടിച്ച് വയ്ക്കണമെന്ന്. അതുങ്ങൾ വീട്ടിൽ നിന്ന് പോയാൽ എന്ത് പറ്റും? ഒരു 10-25 വയസ്സ് ഒരു ജോബൊക്കെ ആയി അവൾ സെറ്റിലായിട്ട് കെട്ടിച്ച ഈ പേരൻസിന് എന്ത് പറ്റും? കൂടുതൽ ഇത് മുസ്ലിങ്ങളുടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. 10-18 വയസ്സാകുമ്പോഴത്തേക്ക് ചാടിപ്പോകാൻ നിൽക്കുന്ന നമ്മുടെ കുറേ കണ്ണാപ്പി ചേച്ചിമാരും ഉണ്ട്. അതുങ്ങളും ഇത് കണക്കാ, 18 വയസ്സാകുമ്പോഴത്തേക്ക് ചാടിപ്പോവും. ചാടിപ്പോയിട്ട് എന്താ പറയുക, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കും, അയ്യോ കുറച്ചും കൂടി പഠിച്ച് നല്ലൊരു ജോലി സെറ്റായിട്ട് കിട്ടിയാൽ മതി എന്ന് ആലോചിക്കുന്നവരും ഉണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ ഇതിൽ ഇച്ചിരി എന്താ പറയുക, അവർക്കൊരു 10-17 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളാണ് 10-18 വയസ്സായോ ആവുമ്പോഴത്തേക്ക് കെട്ടിക്കണം, അല്ലെ അവരുടെ ഇതിന് എന്തോ വലിയ കേട് വരും. ആ ഒരു സംസാരമൊക്കെയാ.
എന്തായാലും ദുൽഖർ സൽമാൻ എന്തായാലും ഗൾഫിലാന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ച് ദുൽഖർ സൽമാൻ വരുമ്പം എന്താ പറയാ, പിടിച്ച് അവന് തക്കതായ ശിക്ഷ കൊടുക്കണം. 19 വയസ്സേ ഉള്ളൂ. അവനിനി എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിനെയൊക്കെ ചെറുതിലെയൊക്കെ പിടിച്ച് ചെറുക്കനായാലും പെണ്ണിനായാലും ഒക്കെ പിടിച്ച് കെട്ടിക്കുകയോ. അവൻ എത്ര വയസ്സുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ കൊച്ചിന് എന്തായാലും 19 വയസ്സേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം നമുക്കൊന്നും പറയാനില്ല. ജീവൻ പോയത് പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ജനറേഷനിൽ ആൺപിള്ളേരിങ്ങനെ കളറിൻ്റെ വ്യത്യാസത്തിലൊന്നും പെൺകുട്ടികളെയായാലും ആൺകുട്ടികളെയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷെയിം ചെയ്യാതിരിക്കുക. സ്നേഹിക്കുക. അതൊക്കെ കണ്ടറിഞ്ഞിട്ടായിരിക്കുമല്ലോ എല്ലാവരും സ്നേഹിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ഉള്ളവരെ പോയി സ്നേഹിക്കുക, കെട്ടുക. മനസ്സിലായോ? അതൊന്നും നോക്കാത്തവർ എത്രയോ പേര് ജീവിക്കുന്നില്ലേ? അവർ ജീവിക്കുന്ന പോലെ നിങ്ങളും ജീവിക്കുക. അത് നിങ്ങളനുസരിച്ച് നിങ്ങൾ പോയി ജോഡി തിരഞ്ഞെടുക്കണം. അല്ലാതെ എല്ലാം കഴിഞ്ഞ് കെട്ടി 10-20 ദിവസം പെങ്കൊച്ചിൻ്റെ കൂടെ എന്നിട്ട് പോയി അവൾക്ക് കളറില്ല, അവൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ. അപ്പോൾ എനിക്ക് ഇത്ര ഇത് പറയാനുള്ളൂ. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ബൈ.